തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം വീണ്ടും വന്നെത്തിയിരിക്കുന്നത്. ഒരു സ്നാന ശുശ്രൂഷ, ഒരു മഹത്തായ ശുശ്രൂഷ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും സ്നാനത്തെക്കുറിച്ച് പൊതുവായി എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിരിക്കുന്ന ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്നാനമേറ്റപ്പോൾ സ്വർഗം കർത്താവിന് വേണ്ടി തുറന്നു. ഐ ബിലീവ് when each of one, when you take baptism, this heaven will open for you. ആ കർത്താവ് കേട്ട ശബ്ദം നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. യു ആർ മൈ ബിലവഡ് സൺ, ഐ ആം വെൽ പ്ലീസ്ഡ്. തീർച്ചയായിട്ടും ആ ദൈവശബ്ദം കേൾക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതേ സമയത്ത് തന്നെ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ഞാൻ ഒരു കാര്യം പറയുന്നതിൽ സന്തോഷമുണ്ട്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സമ്മേളിച്ച ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്നാനത്തിൻ്റെ സ്ഥലമാണ്. ഇന്ന് പ്രിയ കുഞ്ഞുങ്ങൾ ഇവിടെ സ്നാനമേൽക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് തന്നെ സംഭവിക്കും. സ്വർഗം നിങ്ങൾക്കായി തുറക്കും. ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്കായി നീട്ടും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അവസാന കൽപ്പനയായ ഈ വിശ്വാസ സ്നാനം, കർത്താവ് പറഞ്ഞത്, ഐ കമാൻഡ് യു ഗോ പ്രീച്ച് ദി ഗോസ്പൽ, മേക്ക് each and everyone disciple and baptize them in the name of Father, Son and the Holy Spirit. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന. കർത്താവ് തന്നെ ഒരു മാതൃക നമുക്ക് കാണിച്ച അതിപ്രധാനമായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, അപ്പോസ്തലന്മാർ അനേക സ്ഥലങ്ങളിൽ അത് വ്യക്തമായി കാണിച്ചു തന്ന ആ ശുശ്രൂഷ ഇന്നിവിടെ നടക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, ഒരിക്കലൂടെ ശുശ്രൂഷയെ ഓർത്ത് ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്തദാസൻ പശറോയി തന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് സഭയായിട്ട് നൽകുന്ന നല്ല സാവകാശങ്ങളൊക്കെ നന്ദിയോടെ സ്തോത്രിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ നിൽക്കണം. സകല ജാതികളെയും ഉപദേശിച്ച് ശിഷ്യരാക്കിക്കൊള്ളുന്നുള്ള കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവെ അവിടുത്തെ നാമത്താൽ കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഇന്ന് നടക്കുന്ന ഈ സ്നാന ശുശ്രൂഷ അനുഗ്രഹിക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ അപേക്ഷിക്കർത്താവെ. സ്നാപകന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കർത്താവെ. അവിടുത്തെ അധികാരത്താൽ അഭിഷേകം ചെയ്തായിട്ട് കർത്താവെ അമ്മ സ്നാനത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്ന അമ്മ കർത്താവെ സ്ഥാനാർത്ഥികളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ശ്രേഷ്ഠകരമാക്കണം കർത്താവെ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്നവർ ഞങ്ങൾ നന്ദിയോട് ദൈവത്തിന്റെ സ്തോത്രം കർത്താവെ. ഇന്ന് കർത്താവെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഇങ്ങനെ സാവകാശം ലഭിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അതൊരു നല്ല അവസരമാക്കി കർത്താവിനെ ഉയർത്തുവാൻ അവർക്ക് സാവകാശങ്ങൾ നൽകുവാൻ ദൈവത്തോട് ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്ന സർവ്വ മഹത്വവും ഞങ്ങൾ ദൈവത്തിന് നൽകുന്നു. പ്രാർത്ഥനയായ സ്തോത്രം യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ നിന്ന് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠന്മാരായ കർത്തദാസന്മാർ ഇതിന് മധ്യേ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പേഴ്സുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന. അതിലുപരി സ്നാനപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും സർവശക്തനാകുന്ന ദൈവം എല്ലാ കൃപകളും എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും നൽകി മാനിക്കട്ടെ. ഇന്ന് 9 പേരാണ് സ്നാനപ്പെടുന്നത്. വി ആർ 9 സ്റ്റുഡൻസ് ഗോയിങ് ടു ടേക്ക് ബാപ്റ്റിസം. നമ്മുടെ ഗേൾസ് ഏറ്റവും ലാസ്റ്റിൽ, കാരണം അവർക്കാണ് അല്പം കൂടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ടൈം കൂടുതൽ എടുക്കുന്നത്. നമുക്ക് 5 വാഷ്റൂമുണ്ട്. 5 നാലെണ്ണമാണ് യൂസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആദ്യം ബോയ്സ് തന്നെ ആയിക്കോട്ടെ, അതിനുശേഷം ലാസ്റ്റിൽ 2 ഗേൾ മാത്രമേ ഗേൾസേ ഉള്ളൂ, അവരവസാനം ആയിക്കോട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഒരു വേദഭാഗം പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരാൾ വായിക്കുന്നതായിരിക്കും. ഒരു വേദഭാഗം പ്രിയപ്പെട്ടവർ സൈലൻസ് പ്ലീസ്. എല്ലാവരും ഈ വേദഭാഗം വായിക്കുമ്പോഴും അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവരും സൈലൻസ് കീപ്പ് ചെയ്യണം. പാട്ട് പാടുന്ന സമയത്ത് എല്ലാവരും കൂടെ ചേർന്ന് പാടാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഒരു വേദഭാഗം
ആരംഭത്തിൽ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28-ാം അധ്യായം 18, 19, 20 ഭാഗങ്ങളൊന്ന് വായിക്കണമേ. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും സ്നാനപ്പെടുന്ന സ്ഥലത്ത് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ വാഗ്ദത്തം നാം ഒരിക്കലും മറക്കരുത്. കുഞ്ഞുങ്ങളെ, അവരുടെ പേരൻസ് ഒരിക്കലും മറക്കരുത്. ഐ വിൽ ബി വിത്ത് യു ഫോർ എവർ. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കടന്നു വന്നാലും താഴ്ചകൾ കടന്നു വന്നാലും പ്രതികൂലങ്ങൾ കടന്നു വന്നാലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളായാലും ഏത് സമയത്തും ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം തന്നത് സർവശക്തനാകുന്ന ദൈവമാണ്. ആ വാഗ്ദത്തത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. ആ വാഗ്ദത്തം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് നമ്മെ ഏവരെയും പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെസ് യെസ് Dear man, do you believe that our Lord Jesus Christ, He left all the glory of heaven. He came to this earth. He ministered. He suffered. And He died on the cross mainly because of your sin. Yes. Yes, I do believe. Yes. Do you have the assurance that the holy blood of our Lord Jesus Christ cleansed you completely from your sin? Yes, sir. And you become a real child of God? Yes. You believe that? According to the word of His testimony and the great commandment of our Master Lord Jesus Christ, I hereby baptize him in this water, in the holy name of Father, Son, and the Holy Spirit. Be faithful till the end. You will receive the crown of life. Amen, amen, amen. God bless you. God bless you. You are not at all scared. You are very courageous. Okay, keep it. Nothing to worry. Nothing to worry. Dear Mal, do you believe
our Lord Jesus Christ, He left all the glory of heaven. He came to this earth. He ministered. He suffered. And He died on the cross mainly because of your sin. Yes, I do believe. Yes, I do. Do you have the assurance that the holy blood of our Lord Jesus Christ cleansed you completely from your sin and you become a true child of our Lord Jesus Christ? Yes. According to her words of testimony and the great commandment of our Lord Jesus Christ, I hereby baptize her in this water, in the holy name of Father, Son, and the Holy Spirit. Be faithful till the end. You will receive the crown of life. Amen, amen, amen. God bless you. God bless you. Journey and enabled me in taking the water baptism this evening. I've always been brought up in a Christian community and always believed in Jesus as long as I can remember. But I never truly understood the importance of baptism. I thought that believing was enough and delayed in taking this step. Over time, God showed me through His word that baptism is a commandment of God, not just a tradition, but a beautiful way to publicly declare my faith and obedience in Him. Today, I've chosen to baptize as an act of commitment and love in Jesus. Lastly, I'd like to thank Wilson Pastor, Mercy Auntie, Roy Pastor, and Sonia Auntie have helped me, encouraged me in taking this decision. I'd like to also thank all my Sunday school teachers and church members who have kept me in their prayers, and I request you to continue upholding me in your prayers that I may grow spiritually, stay strong in my faith, and be able to see what God has in store for me. I'd like to say a verse in the Bible, Romans 6 verses 4 and 5. Therefore we were buried with Him through baptism into death, that just as Christ was raised from the dead by the glory of the Father, even so we should also walk in the newness of life. For if we have been united together in the likeness of His death, certainly we shall also be in the likeness of His resurrection. Please pray for my family. Praise the Lord. I wish to continue this life as a new chapter. I would also like to take a moment to thank this wonderful church who has been nothing short of great in terms of support and prayer and love, especially Wilson Pastor, Mercy Auntie, Roy Pastor, Sonia Auntie, and also I'd like to take a moment for all who were present today and blessed us with your prayers. And I would like to take a moment to thank my family who was also present today. Also before that, I would like to read a verse from the Bible. Colossians 2 verse 12. For you were buried with Christ when you were baptized, and with Him you were raised to a new life, because you trusted the mighty power of God who raised Christ from the dead. Before sitting down, I would like to request the church once again to keep me in your prayers for the continuous days of my life. Amen. Praise the Lord. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ.
എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസരൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങളിതുവരെ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങളിതുവരെ നീ മാത്രമെൻ യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഈ രാത്രി സമയം ദേവദാസന്മാരോടും ദൈവമക്കളോടും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊത്ത് വളരെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഞങ്ങളെ 2 പൈതങ്ങളും ദൈവത്തെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ ദൈവം ഇടയാക്കി. അതിനവരെ എൻകറേജ് ചെയ്ത പാസ്റ്റേഴ്സ്, അവരുടെ കുടുംബങ്ങൾ, അതുപോലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മറ്റ് സഭയിലുള്ള എല്ലാ മെമ്പേഴ്സിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. അതുപോലെ സ്ഥാനത്തിനോടനുബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തോട് ബന്ധപ്പെട്ടും ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഇവിടെ കടന്നു വരുവാനിടയാക്കി അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളൊന്നും നശിച്ചു പോകാതെ നിത്യരാജ്യത്തിന് അവകാശമുള്ളവരായ അന്ത്യം വരെയും വിശ്വസ്തയോടെ ജീവിക്കുവാൻ അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷയുണ്ട്. സാക്ഷ്യത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയ്ക്കായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവകൃപയ്ക്ക് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയങ്ങളിൽ ഇതുവരെ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മധ്യ നിറഞ്ഞു നിന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവെ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ മേശ ആചരിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണത്തെ ഓർക്കുവാൻ, യേശു കർത്താവിൻ്റെ അടക്കം, യേശു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സ്നാനത്തിലൂടെ അനുരൂപപ്പെട്ട അതോർത്ത് കർത്താവെ ആ ഉയർപ്പിന്റെ ശക്തി വിശ്വാസത്തെ ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ പ്രാപിപ്പാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിന്റെ ശക്തിയുടെ അനുഭവം കർത്താവെ ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ എല്ലാ മേഖലയിലും വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവിന്റെ മേശയുടെ ഭാഗമായതുകൊണ്ട് കർത്താവെ ഉയർപ്പിന്റെ ശക്തിയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി എല്ലാ കർത്താവ് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ആരാധനയിൽ നിന്ന് മടങ്ങി പോകുന്ന അങ്ങയുടെ ജനത്തോടു കൂടെ അങ്ങയുടെ സാന്നിധ്യം ഇരിക്കണമേ. പ്രാർത്ഥനാ വിഷയങ്ങളോട് കൂടെ ഇരിക്കണമേ. കുടുംബത്തിൽ ദൈവ പ്രവൃത്തികൾ കാണാൻ ഇടയാക്കണമേ. ഭവനത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവ പ്രവൃത്തികൾ കാണട്ടെ. ജോലി സംബന്ധമായി കർത്താവെ ആരൊക്കെ ഭാരപ്പെടുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ മേലെല്ലാം ഈ ആഴ്ച ദൈവത്തിന്റെ വലിയ വിടുതൽ കാണുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപ എല്ലാവരോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ കൂട്ടായ്മ കർത്താവ് അനുഗ്രഹിച്ച് മടക്കി അയക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്ക് ആസ്ഥാനത്തിരിക്കാം. ആരും പോകരുത് പ്ലീസ്. ആശീർവാദത്തിന് ശേഷം ദയവായി ആരും പോകരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ബാപ്റ്റിസത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന് മുതൽ സ്നാനപ്പെടുന്നവർക്ക് ഇവിടെ വെച്ച് തന്നെ അതേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വായിക്കൊണ്ട് മാത്രമേ പോകാവൂ. ഈ ആഴ്ചത്തെ യോഗവിവരം ഇപ്പോൾ അറിയിക്കുന്നു. UPFൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഏഞ്ചൽ UPFൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ ഗോസ്പൽ ഫെസ്റ്റ് എന്ന പേര് ഡോക്ടർ ഷിബു കെ മാത്യു, ചർച്ചഗോഡിൻ്റെ അസിസ്റ്റന്റ് ഓവർസിയർ. കൺവെൻഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടുമോ?
UPF-ന്റെ ആഭിമുഖ്യത്തിൽ അടുത്ത 3 ദിവസം തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ നടക്കുന്ന കൺവെൻഷൻ ശ്രദ്ധിക്കണമേ. ഈ 3 ദിവസം 28, 29, 30 തീയതികൾ ഇതേ ഹാൾ വെച്ചാണ് UPF-ന്റെ. കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റുമോ? ഓക്കെ. ഈ കൺവെൻഷൻ്റെ നമ്മുടെ ഗ്രൂപ്പുകളിലും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത 3 ദിവസം നടക്കുന്ന കൺവെൻഷൻ സാവകാശം ലഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട UP യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് വർഷത്തിൽ ഒരു കൺവെൻഷൻ മാത്രമേ ഉള്ളൂ. അതാണ് ഈ നടക്കുന്ന കൺവെൻഷൻ. സാവകാശം ലഭിക്കുന്ന പ്രിയപ്പെട്ടവർ കടന്നു വരണം. നല്ലൊരു കൊയർ നമ്മുടെ ചർച്ചിലെ പല പ്രിയപ്പെട്ടവരും ആ കൊയറിലുണ്ട്. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗാണ്. സാവകാശം ലഭിക്കുന്നവർ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. സാറ്റർഡേയിൽ നമ്മുടെ മെഗാ ബൈബിൾ ക്വിസ് IPC UA റീജിയൻ PIPA ക്രമീകരിച്ചിരിക്കുന്ന മെഗാ ബൈബിൾ ക്വിസിൻ്റെ ഫിനാലെ, അതൊരു പബ്ലിക് പ്രോഗ്രാമാണ്. ഫൈനൽ ഫിനാലെയാണ്. 10 പേര് മാത്രമാണ് അതിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും അതിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. 4 മണിക്ക്, അടുത്ത സാറ്റർഡേ 4 മണിക്ക് ഇതേ ഹാളിൽ വെച്ച്. അത് ചിലർക്ക് വേണ്ടി മാത്രമല്ല, പബ്ലിക്കിന് വേണ്ടിയുള്ള ചോദിക്കുകയാണ്, എഴുതുക അല്ല. അത് പല പല ചോദ്യങ്ങൾ പല പല ഘട്ടങ്ങളായിട്ട് ചോദിക്കുന്നു. നമ്മുടെ 5 പേരാണ് അതിൽ ആദ്യത്തെ 40 പേരിൽ പങ്കെടുത്തത്. അതിൽ 5 പേരും അതിൽ അന്ന് ലഭിച്ചു. എന്നാൽ അടുത്ത ദിവസം നാളെ തന്നെ അറിയാം ഈ 10 പേരിൽ നമ്മുടെ ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ ആ കാര്യം ഇടുന്നതായിരിക്കും. അടുത്ത സാറ്റർഡേ 4 മണിക്ക് ഇതേ ഹാളിൽ വെച്ചാണ് അത് നടക്കുന്നത്. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ദയവായി ആ പ്രിയ പേര് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഫ്രണ്ടിലേക്ക് ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. അതിനുശേഷം അവർ നിങ്ങളെ ഈ സ്റ്റേജിൽ തന്നെ പോകരുത്. നിങ്ങൾ ഈ സ്റ്റേജിൽ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ ശേഷം അവരുടെ പേരൻസുമായി ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ സെഷനുമുണ്ട്. അത് കഴിഞ്ഞിട്ടേ പോകാവൂ. ഫുഡ് എല്ലാവർക്കും ക്രമീകരിച്ചിട്ടുണ്ട്. ആശീർവാദം കഴിഞ്ഞ ശേഷം മാത്രമേ എഴുന്നേൽക്കാവൂ. 3 കൗണ്ടറായിട്ടാണ്. സഹോദരിമാർക്ക് വേറെ കൗണ്ടർ, സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ 3 കൗണ്ടറാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് ലഭിച്ച ശേഷം മാത്രമേ പോകാവൂ. കുഞ്ഞുങ്ങളുടെ പേര് ഇപ്പോൾ വിളിച്ച് അവരെ വിളിക്കുമ്പോൾ നിങ്ങൾ മുമ്പിലേക്ക് കടന്നു വരണം. ഇന്ന് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ: അലൻ ബിനു തരകൻ. നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക്. അലൻ മാത്രം ബാക്കിലായിരിക്കുന്ന, ബാക്കി എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ടല്ലോ. പ്ലീസ് കം, പ്ലീസ് കം. ഫസ്റ്റ് ആരെങ്കിലും ഒന്ന് ഫോട്ടോ എടുക്കോ? ഷനിയ ബിനു തരകൻ. ഷനിയ ബിനു തരകൻ. ആശീർവാദം പറയാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുങ്ങൾ അവിടെ തന്നെ നിൽക്കണം. അതിനുശേഷമായിരിക്കും ഫോട്ടോ എടുക്കുന്ന. അത്യാവശ്യമുള്ളവർക്ക് അതിനുശേഷം പോകാം. അപ്പോൾ തന്നെ അവരുടെ പേരൻസ് ആരും